ഇടിച്ചിട്ട് അനങ്ങുന്നില്ലല്ലോടാ വണ്ടി. കല്ലുകൊണ്ട് കെട്ടിയത്. എന്താ നമ്മുടെ വണ്ടി പറക്കുന്ന ആ വണ്ടി കല്ല് പോലെ ഇരിക്കുന്നു. ടെമ്പററി ഗ്യാങ് വീക്കളാണോ ഇത്? അപ്പൊ ഡ്രസ്സും ഇതും എല്ലാം അങ്ങനെ அஸ்ரேல்ல நோக்காட ராஜன் அந்த ஊர்ல அன்பு வயசு பசங்களுக்கு ராஜன் தான் எம்ஜிஆர் ரஜினி எல்லாமே. ராஜன் சொன்னா அவங்க செய்வாங்க. കൊള്ളാടാ. ചിട്ടുമണി ഹായ്. കിരപ്പ് ഇവിടെ ഉണ്ട്, കിരപ്പ് ഇവിടെ ഉണ്ട്. സാർ ഞാനൊരു സംഭവം പറയാം. ഞാൻ കാട്ടാക്കടയിൽ താമസിച്ചത് സാറിന് അറിയാം. എവിടെ നോക്കിയാൽ ഇത് തന്നെ. പുതിയ സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇത് ഞാൻ കണ്ട. സത്യം ടി വിക്കാരൻ കൊണ്ട തോറ്റന്ന്. ഇന്നലത്തെ മാച്ച് ഉണ്ടായിരുന്നു എല്ലാരും. ഒരു ഗസ്റ്റ് ഉണ്ണിയേട്ട വന്നു കേട്ടോ. വിഷയം മാച്ച് അല്ലായിരുന്നോ? മല വെട്ടിപ്പിടിച്ച കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് ഒന്ന് വിളിച്ച കാരണവന്മാരാണ് എന്നെ. This book just going to change our fortunes. അതെപ്പോ വാപ്പ? അഴകെ ഉണ്ട് ആണോ? എന്നെ കണ്ടില്ല. ട്രെയിലർ ഞാൻ കണ്ടില്ല. വായും തുറന്നിരുന്നത് കണ്ടല്ലേ. എന്താണിത്? കഷ്ടം തന്നെ. ശരിയാണ്, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ ആ ട്രെയിലർ കണ്ടില്ല. വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ടേടാ, ഇത് കണ്ടേടാ. എന്താ BG6 ക്യാരക്ടേഴ്സിന്റെ ഇത് നോക്ക്. ാണോ ഇത് ഉള്ളത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ ഇത് നോക്കേ. ഉളുപ്പുണ്ടോ ട്രെയിലറൊക്കെ കാണാതെ ഇവിടെ വന്നിരിക്കാൻ? എന്നോട് ഇനി മിണ്ടരുത്. ശരി, ഞാനും ഇനി മിണ്ടുന്നില്ല. ശരി, എന്തൊക്കെയുണ്ട് വിശേഷം? കുഞ്ഞുകുട്ടി സുഖാടാ? സുഖം. ഇവര് കപ്പിൾസ് ആണോ, ഫ്രണ്ട്സ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. LX2 അല്ലേ?
GTA 6 ഞാൻ കണ്ടില്ലടാ, ഞാൻ ഒന്നിന്റെയും ട്രെയിലർ കണ്ടില്ല. ജീവിതം തുടങ്ങും. എല്ലാ വെളിച്ചവും കെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കത്തുന്നൊരു മെഴുകുതിരി എവിടെയെങ്കിലും ഉണ്ട്. Would you like that? Yes, sir. ஆண்டவன் சொல்றான், ஆண்டவன் சொல்றா, அருணாச்சலம் முடிகிறான், அருணாச்சலம் முடிக்கிறான். വിഷയം തൂവൽ ചിറകിൽ എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ കൂടി കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടാ. അഖിൽ, ഹായ് അഖിൽ. ഹലോ ഹലോ ഹലോ. ഇന്നലെ നമ്മള് മാച്ച് കാണുമായിരുന്നു. യെസ് 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 യെസ്. This is truly an emotional story for ages. ഇത് കാലങ്ങളോളം ഓർമ്മിക്കപ്പെടും. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ICC T20 വേൾഡ് കപ്പ് 2026. ആദ്യ മത്സരങ്ങളിൽ പ്ലേയിങ് 11-ൽ പോലും സ്ഥാനം കിട്ടാതെ പോയ ഒരു കളിക്കാരൻ പിന്നീട് അതേ ടൂർണമെന്റിന്റെ മികച്ച താരമായി മാറിയ എക്കാലത്തെയും വലിയ വീരകഥകളിൽ ഒന്നാകുന്നു The story of Sanju Samson, the saga of Sanju Samson. 5 ഇന്നിംഗ്സുകൾ തുടർച്ചയായി 3 തവണ 50+ സ്കോർ ഉൾപ്പെടെ 80.25 ആവറേജ്, 321 റൺസ്, 200 സ്ട്രൈക്ക് റേറ്റ്. നേർത്തുവെയ്യുന്ന ഒരു ചക്കൽ മഴയായി തുടങ്ങി. പിന്നെ റൺസ് പ്രളയം സൃഷ്ടിക്കുന്ന ന്യൂനമർദ്ദം പേമാരിയായി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു മലയാളി പെയ്തു നിറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് അഭിമാനത്തോടെ തന്നെ പറയാം, സാംസൺ ബൈ നെയിം, സാംസൺ ബൈ നേച്ചർ. കുത്തുവാക്കും വിമർശനവും കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും ചുറ്റും നിറഞ്ഞ സമയത്തും സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച ഒരു മലയാളിയുടെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവ് പെർഫോമൻസ് കൂടിയായി ഈ T20 വേൾഡ് കപ്പിലെ സഞ്ജു സാംസന്റെ പ്രകടനം വിലയിരുത്തപ്പെടും. സ്കോർ ബോർഡ് പറയുന്നത് 3 സംഖ്യകൾ മാത്രം. 97 നോട്ട് ഔട്ട്, 89 and 89. പക്ഷേ ആ സംഖ്യകളിൽ ഒരു മനുഷ്യന്റെ 14 വർഷത്തെ കാത്തിരിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. 12 വർഷത്തിലൊരിക്കൽ ലോകം നിൽക്കുന്നത് പോലെ ഇന്നൊരു മലയാളിയുടെ ക്രിക്കറ്റ് ബാറ്റിലേക്കും ആരാധനയുടെ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്നു. കാരണം ഓരോ തവണയും ഓരോ സമയത്തും അവിശ്വസനീയവും അവിസ്മരണീയവുമായ ഫോമിലേക്കാണ് തന്റെ കരിയറിലെ ഏറ്റവും അനിവാര്യമായ സമയത്ത് കേരളത്തിന്റെ മകൻ, ഇന്ത്യയുടെ അഭിമാനം സഞ്ജു സാംസൺ എത്തിയിരിക്കുന്നത്. 2014 സാക്ഷാൽ വിരാട് കോഹ്ലി സ്ഥാപിച്ച 319 ഹയസ്റ്റ് റൺ ഗെറ്റർ ഇൻ എ സിംഗിൾ എഡിഷൻ ഓഫ് T20 വേൾഡ് കപ്പ് മറികടക്കുമ്പോൾ we can simply say why this man is called a genius in Indian cricket now. സഞ്ജു സാംസൺ ഞങ്ങളുടെ ഹീറോയുടെ കഥ തുടരുകയാണ്. കമന്ററിക്ക് തന്നെ സത്യം പറഞ്ഞ